വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുതിയ മാർപ്പാപ്പ ലയോ 14 വാക്കുകൾ, പ്രസംഗങ്ങൾ, സന്ദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് മാർപ്പാപ്പയായിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ആദ്യകാല പ്രസംഗങ്ങളും ചിന്തകളും എല്ലാം വളരെ ഹൃദ്യമാണ്, വളരെ വാഗ്ദാനം പ്രകടിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ വളരെ പോസിറ്റീവായിട്ട്, ധീരതയോടെ, ആത്മവിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവിലുള്ള ശക്തിയോടെ ലോകത്തെ പ്രചോദിപ്പിക്കുന്നു, നയിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. വിശ്വാസത്തിൻ്റെ ആ നിലനിർത്തൽ, കരുതൽ, പരിപാലിക്കൽ, പൈതൃകം കാത്തു സൂക്ഷിക്കൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി അദ്ദേഹം കാണുന്നുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ആനുകാലിക പ്രശ്നങ്ങൾ, അസമാധാനം നിലനിൽക്കുന്ന കാര്യങ്ങൾ, അവയൊക്കെ നേരെയാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമവും ശ്ലാഘനീയം തന്നെ. ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സ്ഥാനാരോഹണം പാപ്പ എന്ന നിലയിൽ സ്ഥാനാരോഹണം ചെയ്ത ദിവസം കുർബാന മധ്യേ പറഞ്ഞ പ്രസംഗമാണ്. എല്ലാവരോടും തുറവി കാണിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണ് അവിടെ നൽകപ്പെട്ടത്. എല്ലാവരും ഒന്നിച്ച് നീങ്ങുന്ന, കൂട്ടായ്മയോടെ പോകുന്ന ഒരു ലോകത്തിന് മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ സന്ദേശം അന്നത്തെ വായനയുടെ വെളിച്ചത്തിലാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതും ചിന്തനീയമായ കാര്യമാണ്. ഇന്ന് ഞാൻ പറയുന്നത് മാർപ്പാപ്പ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ, നമുക്കറിയാം അമേരിക്കക്കാരനാണ്. പക്ഷേ അദ്ദേഹം അതേസമയം റോമിൻ്റെ മെത്രാനായി കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. റോമിൻ്റെ മെത്രാനാണ് സാർവത്രിക സഭയുടെ അധിപനായി അവരോധിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട്. റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിലുള്ള സ്ഥാനാരോഹണ ദിവ്യബലിയിൽ മാർപ്പാപ്പ നടത്തിയ പ്രസംഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലാണ് നടന്നത്. 2025 മെയ് 25 ഞായറാഴ്ചയാണ്. മാർപ്പാപ്പ എന്ന നിലയിലുള്ള സ്ഥാനാരോഹണം 18-ാം തീയതി നടന്നു. ഇത് 25-നാണ് മെയ് മാസം. അതിൽ അദ്ദേഹം ഊന്നൽ കൊടുത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കൂട്ടായി തീരുമാനമെടുക്കാനും എല്ലാവരെയും നാം ശ്രവിക്കണമെന്ന ആശയമാണ്. ശ്രവണത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മൂല്യമാണ് ശ്രവണം. എല്ലാവരെയും ശ്രവിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്നതാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. അവിടെ സമ്മേളിച്ച എല്ലാ ആളുകൾക്കും ആദ്യമേ സ്വാഗതം, അഭിവാദനങ്ങൾ അർപ്പിച്ചു. കർദിനാളന്മാർക്ക്, പ്രത്യേകം കർദിനാൾ വികാരിക്ക്, സഹായ മെത്രാന്മാർക്ക്, അവിടെ പല മെത്രാന്മാരുണ്ട്, മറ്റു മെത്രാന്മാർക്ക്, അതിൽ സംബന്ധിക്കുന്ന മെത്രാന്മാർക്ക് എല്ലാം ഹാർദമായ അഭിവാദനങ്ങൾ അർപ്പിച്ചു. അതുപോലെ ഇടവക വികാരിമാർ അവരെല്ലാം പങ്കെടുത്തിരുന്നു. മറ്റ് പുരോഹിതർ, നമുക്കറിയാം റോമിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പുരോഹിതരുണ്ട്, പഠിക്കുന്ന ആളുകളുണ്ട്, അവരെയെല്ലാം സ്വാഗതം ചെയ്തു. പിന്നെ രൂപതയുടെ കൂട്ടായ്മകളുടെ അജപാലന കരുതലിന് സഹകരിക്കുന്ന എല്ലാവർക്കും അഭിവാദനം അർപ്പിച്ചു, സ്വാഗതമരുളി. ഡീക്കന്മാർ, സന്യാസികൾ, സിവിൽ അധികാരികൾ, അൽമായ വിശ്വാസികൾ എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ആദ്യമായി പരിശുദ്ധ പിതാവ് ചെയ്തത്. പിന്നീട് തുടർന്നു പത്രോസിൻ്റെയും പൗലോസിൻ്റെയും എണ്ണമറ്റ രക്തസാക്ഷികളുടെയും സാക്ഷ്യത്തിൽ വേരൂന്നിയ മഹത് ചരിത്രത്തിൻ്റെ പിന്തുടർച്ചയാണ് റോമൻ സഭ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. നമുക്കറിയാം രക്തസാക്ഷികളുടെ നിണത്താൽ പടുത്തുയർത്തപ്പെട്ട സഭയാണ്. കത്തീഡ്രലിൻ്റെ മുഖപ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നതിൽ കാണുന്നത് പോലെ അതിൻ്റെ മുഖപ്പിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ് മാർപ്പാപ്പ എടുത്ത് പറയുന്നത്.
ഇതിന് സവിശേഷമായ ഒരു പ്രേക്ഷിത ദൗത്യമുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ലാറ്ററൻ ബസിലിക്ക അറിയപ്പെടുന്നത് എല്ലാ സഭകളുടെയും അമ്മ എന്ന പേരിലാണ്. അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മാത്തർ ഓംനിയും എക്ലസിയാരും എന്ന ലത്തീനിലാണ് അത് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ തർജ്ജമ എല്ലാ സഭകളുടെയും അമ്മ. അപ്പം മാതൃ പള്ളിയാണത് ലാറ്ററൻ. 5 ബസിലിക്കകളാണ് റോമിലുള്ളത്. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, പത്രോസിൻ്റെ ദേവാലയം ബസിലിക്ക, അത് കഴിഞ്ഞാൽ ലാറ്ററൻ ബസിലിക്ക. ലാറ്ററൻ രൂപതയുടെ ആസ്ഥാന കേന്ദ്രമാണ്, റോമാസ് രൂപതയുടെ. പിന്നെ പൗലോസിൻ്റെ നാമത്തിലുള്ള ദേവാലയം സെൻറ്റ് പോൾസ് ബസിലിക്ക. മാതാവിൻ്റെ നാമത്തിലുള്ള ബസിലിക്ക വലിയ മരിയ മജോരെ. ഇങ്ങനെ പിന്നെ ഒരു 5ാമത് ഒരെണ്ണം കാണുന്നത് എല്ലാ തിരുശേഷിപ്പുകളും സൂക്ഷിക്കുന്ന ജെറുസലേം ബസിലിക്കയാണ്. തൊട്ടടുത്തുള്ള ഒരു ബസിലിക്കയാണ്. ഇങ്ങനെ അനേകം ബസിലിക്കകളാൽ അനേകം രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകളിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന സഭയാണ് റോം എന്നത് നമുക്ക് ഓർക്കാൻ സാധിക്കണം. സഭയുടെ മാതൃത്വമാനത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം നമ്മെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പിതാവ് ഏറ്റുപറയുകയാണ്. അത് നമുക്കറിയാം. മാർപ്പാപ്പ എഴുതിയ സുവിശേഷത്തിൻ്റെ ആനന്ദം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വലിയ മാസ്റ്റർ പീസാണത്. അതിൽ മാർപ്പാപ്പ 46 മുതൽ 49 വരെയും 139 മുതൽ 141 വരെയുള്ള നമ്പറുകളിൽ പ്രത്യേകിച്ച് മാതൃത്വമാനം ചർച്ച ചെയ്യുന്നുണ്ട്. സഭ മാതാവാണ്, സഭാമാതാവ് എന്ന ആശയം. മറിയം മാതാവാണ്, എല്ലാം സ്ത്രീകളും മാതാക്കളാണ് എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ട്. അത് മനോഹരമാണ്. പല പ്രസംഗങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. ആർദ്രത, ആത്മപരിത്യാഗം, ശ്രവിക്കാനുള്ള സന്നദ്ധത എന്നിവയാണ് സഭയെ അടയാളപ്പെടുത്തുന്ന സവിശേഷതകളെന്നും അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവ്. ഈ സ്വഭാവ ഗുണങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും അവർ പ്രകാശിപ്പിക്കും മുമ്പ് തന്നെ ഊഹിച്ചെടുക്കാനും കഴിവുള്ളവരാക്കുന്നു. അങ്ങനെയാണല്ലോ മാതാക്കൾ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ അവർ പറയുന്നത് മനസ്സിലാകുന്നതിന് മുമ്പേ പറയുന്നതിന് മുമ്പേ ഊഹിച്ചെടുത്ത് ചെയ്യാനുള്ള കഴിവ് മാതൃത്വത്തിൻ്റെ ശൈലിയാണ്. അതുകൊണ്ട് ഇത് എല്ലാ സഭയ്ക്കുണ്ടാകണം, നമുക്ക് അമ്മമാർക്കും ഉണ്ടാകേണ്ടതാണ്. അത് ബന്ധിപ്പിച്ച് കിടക്കുന്ന കാര്യമാണ് ആർദ്രത, ആത്മപരിത്യാഗം. എന്തുവാരം ത്യാഗങ്ങളാണ് അമ്മമാർ സഹിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞിനെയൊക്കെ വളർത്താൻ, ശ്രമിക്കാനുള്ള സന്നദ്ധത. അപ്പോൾ ഇത് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും നയവിറക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. ഈ ഗുണങ്ങൾ, ഈ പറഞ്ഞ 3 ഗുണങ്ങൾ എല്ലായിടത്തുമുള്ള ജനതയിൽ, മഹത്തായ ഈ രൂപതാ കുടുംബത്തിൽ ഉൾപ്പെടെ, റോമൻ രൂപത ഉൾപ്പെടെ വർദ്ധിതമാം വിധം പ്രകടമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് വളരണം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിശ്വാസികളിലും അജപാലകരിലും ഒന്നാമനായി എന്നിൽ തന്നെയും ഇതുണ്ടാകണമെന്ന് പറയുകയാണ്. നമുക്കറിയാമല്ലോ, മാർപ്പാപ്പ കത്തോലിക്കാ തിരുസഭയുടെ അധിപൻ എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതെല്ലാ വിശ്വാസികളിലും ഉണ്ടാകണം, അജപാലകരിലുണ്ടാകണം. അത് ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ടത് എന്നിലാണ് എന്ന കാര്യം ഏറ്റുപറയുന്ന വാക്കുകളാണിത്. ഇന്ന് നാം കേട്ട വായനകൾ ഈ ഗുണങ്ങൾ വിചിന്തനം ചെയ്യാൻ നമ്മെ സഹായിക്കും. അന്ന് പള്ളിയിൽ വായിച്ച വാക്കുകളെ ആസ്പദമാക്കിയാണ്. അതിൽ പ്രത്യേക അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 1-2, 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ വായിച്ചത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് സുവിശേഷം വിജാതീയ ലോകത്ത് ആരംഭിക്കുന്നതെന്ന വെല്ലുവിളിയെ ആദിമസഭ നേരിട്ട കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ
യഹൂദന്മാരിൽ മാത്രം ചുരുങ്ങാനുള്ള ഒരു പ്രവണത വന്നപ്പോൾ അതിന് എതിരെ ഉള്ള ഒരു ശ്രമമാണ്. അതിനെ എങ്ങനെയാണ് അത് അഭിമുഖീകരിച്ചത് എന്നാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത്. ക്രൈസ്തവ സമൂഹം നേരിട്ടത് അതിനെ എങ്ങനെ നേരിട്ടു എന്ന് ഈ കാര്യം നമ്മളോട് പറയുന്നു. ഇത് നിസ്സാര കാര്യമല്ല എന്ന് പാപ്പ പറയുകയാണ്. വളരെയധികം ക്ഷമയും പരസ്പരമുള്ള ശ്രവണവും ഇതിന് ആവശ്യമായിരുന്നു. അന്ത്യോക്യായിലെ സഭയിലെ കാര്യവും ഇതുതന്നെ മാർപ്പാപ്പ പറയുകയാണ്. അവിടെ സഹോദരങ്ങൾ സംവാദത്തിലൂടെ ചിലപ്പോൾ വിയോജിപ്പുകളിലൂടെയും ഒത്തൊരുമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം തേടി. അതാണ് ചെയ്തത്. പൗലോസും ബർണബാസും തുടർന്ന് ജെറുസലേമിലേക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഈ പ്രശ്നത്തിൽ സ്വയം തീർപ്പ് ഉണ്ടാക്കുകയായിരുന്നില്ല ചെയ്തത്. അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ. അങ്ങനെയല്ല ചെയ്തത്. സഭയിൽ മുഴുവനും നടക്കേണ്ട ഒരു കാര്യം സഭയിലെ എല്ലാ അന്നത്തെ അപ്പസ്തോലന്മാരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു. മാതൃസഭയുമായി കൂട്ടായ്മയിലായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ എളിമയോടെ അവിടേക്ക് പോയി. ജെറുസലേം സഭ അന്ന് മാതൃസഭയാണ്. അവിടെയാണല്ലോ നമ്മുടെ വിശ്വാസം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ജെറുസലേമിൽ അവരെ ശ്രവിക്കാൻ തയ്യാറായിരുന്ന പത്രോസിനെയും അപ്പസ്തോലന്മാരെയും അവർ കണ്ടു. ഇതായിരുന്നു ഒരു സംവാദത്തിൻ്റെ തുടക്കം. സംവാദം. ഒടുവിലത് ശരിയായ തീരുമാനത്തിൽ ചെന്നെത്തി എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പുതുതായി സഭയിലേക്ക് ചേരുന്നവരുടെ വൈഷമ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ചേതനാചാരം ചെയ്യണം, യഹൂദരാകണം എന്ന ഒരു നിലപാടെടുത്തവരുണ്ട്. അതായിരുന്നു ഒരു പതിവ്. ആ സംഭവത്തിലാണ് വിജാതീയരെ അതിന് നിർബന്ധിക്കണമോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഇവർ അതിന് പരിഹാരം കണ്ട രീതി നമ്മൾ കാണുന്നത്. അവിടെ തിരിച്ചറിഞ്ഞ എന്താണ്? അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനെ പ്രതിയും അവർക്ക് മേൽ ഒരു ഭാരവും ചുമത്തരുതെന്ന് അവർ തീരുമാനിച്ചു. ആദ്യത്തെ ജെറുസലേം കൗൺസിൽ എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മളത് വായിക്കുന്നു. 15-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം 28-29 വചനമാണിത്. ഇതൊരു പൊതു തത്വമാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ നമുക്കത് എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്നിലും അവർക്ക് മേൽ ഒരു ഭാരവും ചുമത്തരുത് എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമായി കാണപ്പെട്ടത് എല്ലാവർക്കും വിചിന്തനത്തിനും വളർച്ചയ്ക്കുമുള്ള ഒരു അവസരമായി മാറി. അതാണ് അവർ കൈകാര്യം ചെയ്ത കാര്യം. ശ്രവണത്തിലൂടെയാണ്, സംവാദത്തിലൂടെയാണ്. വിശുദ്ധ ഗ്രന്ഥം ഈ സംഭവത്തിൻ്റെ ധന്യവും രസാവകവുമായ മാനുഷിക ബലതന്ത്രത്തിനപ്പുറത്തേക്ക് നമ്മോട് മറ്റെന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഒരു തീരുമാനത്തിന് അവർ വിട്ടുകൊടുത്തു. അന്ത്യോക്യയിലുള്ളവർക്ക് തങ്ങളുടെ തീരുമാനം വിവരിച്ചു കൊടുക്കാൻ ജെറൂസലേമിലെ സഹോദരങ്ങൾ പ്രയോഗിക്കുന്ന വാക്കുകളിൽ നാം ഇത് കാണുന്നുണ്ട്. അവർ എന്താ പറഞ്ഞ് അവരെഴുതി, ഇതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ആത്മാവിലാണ് ഈ യോജിപ്പുണ്ടാകുന്നത്. ആത്മാവിന് വിധേയരാകാൻ തയ്യാറാകുക, തുറന്ന സംഭാഷണം നടത്തുക, ഇത് പ്രധാനമാണ്. അപ്പസ്തോല പ്രവർത്തനം 15 നമ്മളത് വായിക്കുന്നു. 28-ാം തിരുവചനം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഈ മുഴുവൻ സംഭവത്തിൻ്റെയും ഏറ്റവും സുപ്രധാനമായ ഭാഗം ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുക എന്നതായിരുന്നു. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കുക. ഇത് മറ്റെല്ലാറ്റിനെയും സാധ്യമാക്കി മാറ്റുകയും ചെയ്തു. ദൈവത്തെ കേട്ടാൽ, ദൈവവചനം നമ്മൾ വായിച്ചാൽ, ധ്യാനിച്ചാൽ നമുക്കറിയാം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചാൽ എല്ലാം ശുഭകരമായി തീരും എന്നതിന് സംശയമില്ല. ഇങ്ങനെ കൂട്ടായ്മ പ്രധാനമായും കെട്ടിപ്പടുക്കപ്പെടുന്നത് മുട്ടിന്മേൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലും പരിവർത്തനത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയിലും കൂടിയാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മുട്ടിന്മേൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഈ തീരുമാനങ്ങൾ വന്നത്. ഇങ്ങനെ മാത്രമേ പാപ്പ നമ്മോട് പറയുകയാണ്, ആബാ, അപ്പച്ച, പിതാവേ എന്ന് ആത്മാവ് വിളിക്കുന്ന സ്വരം നമുക്ക് ഉള്ളിൽ കേൾക്കാനാകൂ എന്ന് പറയുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ്
നമ്മൾ ഇത് വായിക്കുന്നത്. അതിൻ്റെ ഫലമായി മറ്റുള്ളവരെ നമ്മുടെ സഹോദരീ സഹോദരന്മാരായി കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും. ദൈവത്തെ കേൾക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ അതിന് മനസ്സ് കാണിച്ചാൽ സഹോദരങ്ങളോട് നമുക്ക് തുറവുണ്ടാകും എന്നത് നിസ്സംശയമാണ്. മാർപ്പാപ്പ തുടരുകയാണ്. സുവിശേഷം ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് പാപ്പ പറയുന്നത്. നാം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് തനിച്ചല്ല എന്ന് ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു. ഒറ്റയ്ക്കല്ല, തനിച്ചല്ല, തോന്നിയതുപോലെ എടുക്കാൻ പാടില്ല. ആത്മാവ് നമ്മെ പരിപാലിക്കുകയും നാം പിന്തുടരേണ്ട വഴി കാണിച്ചു തരികയും ഈശോ നമ്മോട് പറഞ്ഞതെല്ലാം പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഈശോ നമ്മളെ പഠിപ്പിച്ചത് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മാവിനോടുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ആത്മാവ് നമ്മളെ പരിപാലിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. മാർപ്പാപ്പ പറയാണ്, ഒന്നാമതായി ആത്മാവ് നമ്മെ കർത്താവിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുകയും അത് നമ്മിൽ മുദ്രിതമാക്കുകയും ചെയ്യും. അത് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ആത്മാവ് നമ്മെ കർത്താവിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുകയും അത് നമ്മിൽ മുദ്രിതമാക്കുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ മാതൃക രേഖപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പലകകളിലല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണെന്നാണ്. അതാണ് ഇത് പ്രധാനം. ഹൃദയങ്ങളെടുത്തപ്പോൾ ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 33 അതിൻ്റെ ഒരു സൂചന പറയുന്നത്. കല്ലുകളിലുള്ള കാര്യങ്ങളല്ല, ഹൃദയത്തിലാണ് എഴുതപ്പെടേണ്ടത്. ആത്മാവ് ഹൃദയത്തിൽ അത് എഴുതും. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കഠിനമാകാതെ മാറും, കല്ലായി തീരില്ല. ഈ ദാനം നമ്മെ വളരാനും അന്യോന്യം ക്രിസ്തുവിൻ്റെ ലിഖിതമാകാനും കർത്താവിൻ്റെ എഴുത്താകാനും. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3 നാം ദൈവത്തിൻ്റെ ലിഖിതങ്ങളാണ് എന്ന ഒരു പ്രയോഗം നമ്മളെ സഹായിക്കും. സുവിശേഷത്താൽ നാം എത്രമാത്രം ഉയർത്തപ്പെടുകയും പരിവർത്തനപ്പെടുകയും ചെയ്യുന്നുവോ, പരിശുദ്ധാത്മാവ ശക്തിയാൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ, വാക്കുകളെ നേരെയാക്കാൻ, നമ്മുടെ അഭിലാഷങ്ങളെ സത്യസന്ധവും വ്യക്തവുമാക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഉദാരമാക്കാൻ നാം അനുവദിക്കുന്നുവോ, അതനുസരിച്ച് ആ ദൈവത്തിൻ്റെ സന്ദേശം പ്രഘോഷിക്കാൻ നാം കൂടുതൽ കഴിവുറ്റവരായി തീരും. ഇതാണ് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. വളരെ വളരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു വലിയ കാര്യമാണിത്. സുവിശേഷത്താൽ ഉണർത്തപ്പെടുക, അതിനാൽ ഉത്തേജിപ്പിക്കപ്പെടുക നമ്മൾക്ക് നമ്മുടെ നല്ല ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിന് തീക്ഷ്ണതയ്ക്ക് ആവശ്യമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണ്. രണ്ടാമത്തെ ഒരു ക്രിയാരൂപം എടുത്തു പറയുന്നത് അത് പ്രവർത്തിക്കുന്നു. അതെന്താണ്? ഓർമ്മയാണ്. ഇത്രയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഓർമ്മയിലേക്ക് നമ്മൾ കടക്കും. അതായത് നാം അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ അർത്ഥം കൂടുതൽ പൂർണ്ണമായി മനസ്സിലാക്കാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടി നാം ഹൃദയങ്ങളിൽ ഇത് വിചിന്തനം ചെയ്യുകയും ഓർക്കുകയും ചെയ്യുന്നു. വചനം വിചിന്തനം ചെയ്യണം, വെറുതെ വായിച്ചാൽ പോരല്ലോ. വചന വായനയിലേക്കാണ് ഇത് നമ്മളെ ക്ഷണിക്കുന്നത്. സുവിശേഷം അത് വിചിന്തനം ചെയ്യുകയും ആ കർത്താവ് പഠിപ്പിച്ച ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ച് ഓർമ്മയിൽ നിലനിൽക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. റോമാരൂപതയുമായി ബന്ധിപ്പിച്ച് പരിശുദ്ധ പിതാവ് പറയുകയാണ്, റോമാരൂപത ഈ വർഷങ്ങളിൽ ഏറ്റെടുത്ത വെല്ലുവിളി നിറഞ്ഞ ശ്രവണ പ്രക്രിയ വിവിധ തലങ്ങളിൽ പ്രവർത്തന നിരതമാണെന്ന് ഞാൻ കരുതുകയാണ്. ആളുകളെയെല്ലാം കേൾക്കാനുള്ള ഒരു പരിശ്രമം അവർ നടത്തി. അതാണ് ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയൊരു പ്രോഗ്രാമാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ശ്രവിക്കുകയും അതിൻ്റെ വെല്ലുവിളികളോടെ പ്രതികരിക്കുകയും ചെയ്യുക, അതാവശ്യമാണ്.
നമ്മുടെ കൂട്ടായ്മകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളിൽ ശ്രവണം നടത്തുക. മാർപ്പാപ്പ പറയുകയാണ്, ഇതെല്ലാം ഒരു പ്രക്രിയയായി നടത്തിയത് കൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. സുവിശേഷവൽക്കരണത്തിൻ്റെയും ഉപവിയുടെയും ജ്ഞാനപൂർവകവും പ്രവചനാത്മകവുമായ ഉദ്യമങ്ങൾ നിർദ്ദേശിക്കുക. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് സാധിക്കുന്നത്. ശ്രവിക്കുക, വെല്ലുവിളി മനസ്സിലാക്കുക, മനസ്സിലാക്കി കഴിഞ്ഞ് സുവിശേഷവൽക്കരണത്തിൻ്റെയും ഉപവിയുടെയും നമ്മുടെ രണ്ട് വലിയ ദൗത്യങ്ങളാണത്. ക്രൈസ്തവ സഭയുടെ സുവിശേഷം അറിയിക്കുക, സത്യം പ്രബോധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഉപവി ജീവിക്കുക, സ്നേഹം, പരസ്നേഹം ജീവിക്കുക എന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ഉദ്യമങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്നത് ഈ പഠനത്തിൽ നിന്നാണ്, ശ്രവണത്തിൽ നിന്നാണ്, മനസ്സിലാക്കലിൽ നിന്നാണ്. വളരെ ധന്യവും സങ്കീർണവുമായ ഒരു യാഥാർത്ഥ്യത്തെ ആശ്ലേഷിക്കാനായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ യാത്ര, അപ്പം സഭയുടെ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ യാത്ര ശരിക്കും ഒരു വെല്ലുവിളിയാണ് എന്ന് പരിശുദ്ധ പിതാവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞ്, പ്രത്യേകിച്ച് റോമാ പശ്ചാത്തലത്തിൽ അത് ലോകമെമ്പാടുമുള്ള രൂപതകൾക്കും ബാധകമാണ്. നമ്മളിന്ന് ചെയ്യേണ്ടതാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളോടുള്ള ഒരു സംവാദം, കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം വിവേകപൂർവ്വം കണ്ടെത്താനും ആവശ്യമാണ്. എങ്കിലും ഈ പ്രാദേശിക സഭയുടെ, റോമാ രൂപതയുടെ ചരിത്രത്തിൽ ഇത് മൂല്യവത്താണ് എന്ന് മാർപ്പാപ്പ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാലം തോറും ഉയർന്നു ചിന്തിക്കാനും ഭയം കൂടാതെ ധീരമായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ രംഗങ്ങളെ നേരിടാനും എന്നും അത് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി ശ്രമം നടക്കണം. അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാര്യം പരിശുദ്ധ പിതാവ് അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയായിരുന്നു. അടുത്തത്, ഈ ജൂബിലിയിൽ തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും രൂപത നടത്തിയ മഹത്തായ പരിശ്രമങ്ങളിലും ഉദ്യമങ്ങളിലും ഇത് പ്രകടമായിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ അവരോട് പറയുകയാണ്. ജൂബിലി വർഷത്തിൻ്റെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണല്ലോ റോം സന്ദർശിക്കുന്നത്. അവർക്ക് സഹായമായി നിൽക്കാൻ റോമാ രൂപത ഏറ്റവും അധികം, കാരണം റോമാ രൂപതയിലാണ്, അതിനകത്താണ് വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അവരുടെ പദ്ധതികളെ പറ്റിയാണ് മാർപ്പാപ്പ ഇവിടെ അവരോട് പറയുന്നത്. അതിന് നന്ദി മാർപ്പാപ്പ രേഖപ്പെടുത്തി. വളരെ വിദൂരങ്ങളിൽ നിന്ന് വന്നവരുൾപ്പെടെ റോമിലേക്കെത്തിയ സന്ദർശകർക്ക് ഈ നഗരം വിശാലവും തുറന്നതും സ്വാഗതം ചെയ്യുന്നതുമായ ഒരു ഭവനമായി തീർന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. സഭ എപ്പോഴും അങ്ങനെയായിരിക്കണം. രൂപതകളും ആവശ്യങ്ങളിൽ വലിയ സഹായമായി സ്വാഗതം ചെയ്യുന്നവളായി നിൽക്കണം. തുറന്ന ആദ്യ വത്തിക്കാനിൽ സ്ഥാനാരോഹണ കർമ്മങ്ങൾ നടന്നപ്പോഴും പരിശുദ്ധ പിതാവ് ഇത് പറയുന്നുണ്ട്. ഒരു കൈവിരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം സഭയുടേത്, അല്ല അതാണ് ചെയ്യേണ്ടത് എന്ന്. വത്തിക്കാൻ്റെ തന്നെ ആ ശില്പ കലാവൈദഗ്ധ്യം അങ്ങനെയാണല്ലോ. ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന രീതിയിലാണ് ആ സ്ക്വയറും ആ ദേവാലയവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതിലുപരി ആഴമേറിയ വിശ്വാസത്തിനിടമായി അനുഭവപ്പെടുകയും ചെയ്തു. നമ്മൾ സേവനം ചെയ്യുമ്പോഴും അതൊരു വിശ്വാസത്തിൽ നിന്ന് വരുന്നതാകണം എന്നതിനെ സൂചിപ്പിക്കുകയാണ്. റോമാക്കാർ അങ്ങനെ ചെയ്തു എന്ന് പരിശുദ്ധ പിതാവ് നന്ദിയോടെ അവരോട് പറയുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് കഴിയുന്നത്ര എല്ലാവരെയും ശ്രമിച്ചുകൊണ്ട് മാർപ്പാപ്പ തന്നെപ്പറ്റി പറയുകയാണ്. മഹത്തായ ഈ സംരംഭത്തിന് സംഭാവന ചെയ്യാനുള്ള ഉറച്ച അഭിലാഷമാണ് എനിക്ക് ഉള്ളത് എന്ന് പറയുകയാണ്. അങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ കൂട്ടായി തീരുമാനിക്കാനും ശ്രമിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യം മാർപ്പാപ്പ ഇവിടെ പറയുന്നുണ്ട്. ഒരു ക്രൈസ്തവനായി നിങ്ങളോടൊപ്പവും
മെത്രാനായി നിങ്ങൾക്ക് വേണ്ടിയുമെന്ന് മഹാനായ വിശുദ്ധ ലേയോയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് എന്നെ തന്നെ ഞാൻ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കും എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. പല പ്രാവശ്യം മാർപ്പാപ്പ ഇത് പറഞ്ഞിട്ടുണ്ട്. ആദ്യ പ്രഭാഷണത്തിലും ഹ്രസ്വമായി നടത്തിയ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസത്തെ പ്രസംഗത്തിൽ അത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് മാർപ്പാപ്പയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ചിന്തകളാണ് നമ്മൾ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കി മറ്റുള്ളവരെ ശ്രവിക്കുക എന്ന ആശയം. അതേസമയം ആദ്യത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി നീങ്ങേണ്ടതിൻ്റെ ആവശ്യകത അതാണ് എടുത്തു പറഞ്ഞത്. പാപ്പായുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ, മെച്ചപ്പെട്ട ഒരു ലോകമുണ്ടാകട്ടെ, മെച്ചപ്പെട്ട ഒരു സഭ രൂപം കൊള്ളട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.